ഹായ് സി എ ജെനിയുടെ ആർട്ടിക്കിൾഷിപ്പ് സീരീസ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്റർനെറ്റ് CPD ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് ആർട്ടിക്കിൾഷിപ്പിന് 3 കൊല്ലത്തിന്റെ ഒരുമിച്ച് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നുമില്ല കേട്ടോ ആർട്ടിക്കിൾഷിപ്പിൽ. എൻ്റെ കുറച്ച് സംഭവങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ളത് ഉണ്ടെന്നല്ലാതെ പ്രൊഫഷണലി ആയിട്ട് അങ്ങനെ ആന തേങ്ങ ചക്ക മാങ്ങൊന്നും ഇതിലില്ല. ഈ ആർട്ടിക്കിൾഷിപ്പിലാണ് മെയിൻ ആയിട്ട് ഞാൻ എൻ്റെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു ആളുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് എന്തൊരു വിഷമം ഉണ്ടെങ്കിലും പറയാനും, അല്ലെങ്കിൽ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും സൊല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല ആളുടെ അടുത്ത്. പക്ഷെ എന്നാലും നമുക്ക് പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും എന്നുള്ളൊരു ബേസിസിൽ പറയാനുള്ള ഒരാള്, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ നമുക്ക് ഉള്ള ലക്ഷ്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സഹായിക്കാൻ പറ്റിയ ഒരാള് കണ്ടുമുട്ടിയ ഒരു വർഷം, ഒരു 3 വർഷം, അതാണ് മെയിൻ ആയിട്ട് ഇതിലൊരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ആർട്ടിക്കിൾഷിപ്പ് 3 കൊല്ലം ഉണ്ടെങ്കിൽ പോലും ഞാൻ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ടീച്ചിങ് ഒന്നും അന്ന് എന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. നാട് വിട്ട് പോവാ, എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ആവാ, ഇന്ത്യ വിടുക, ആ ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾഷിപ്പ് ഭയങ്കര ബിഗ് ഫോറിൽ ചെയ്യണം, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര എക്സ്പോഷർ വേണം. എനിക്കൊന്നാമത് വലിയ താല്പര്യമൊന്നുമില്ല ഈ പേപ്പർ വർക്കുകൾ കൂടുതൽ ചെയ്യാം. പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യരുത്, പൈസ വേണമല്ലോ ജീവിക്കാൻ, അതുകൊണ്ട് മാത്രം. അപ്പോൾ ഭയങ്കര വലിയ ഫേം വേണം, ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് വർക്കുള്ള ഫേം വേണം, അങ്ങനെയൊന്നും എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. കൂടുതൽ സ്റ്റൈഫന്റെ ഇവിടെ ഉള്ളത്, അതുപോലെ തന്നെ കാണാൻ കൊള്ളാവുന്ന കുട്ടികൾ ഏത് ഫേമിലുള്ളത്, അതൊക്കെയാണ് എന്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നത്. പക്ഷെ ഒന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു ടൈമിൽ ഒബ്വിയസ്ലി ഒന്ന് ആലോചിച്ച് നോക്ക്, 17 വയസ്സ്, ഈ ലോകം ഇത്തിരിയെങ്കിലൊക്കെ ഒന്ന് കണ്ടു തുടങ്ങുന്നത്. അതുവരെ +1 +2 ഒക്കെ വീട്ടിൽ സ്കൂളിൽ പോണ് വരുന്ന്, രാത്രി ഇരുന്ന് പഠിക്കണ ഉറങ്ങണേ. ഈ ഒരു കുഞ്ഞു ലോകത്തിലിരുന്ന ഒരാള് മറ്റേ മുട്ടത്തോട് പൊളിച്ച് പുറത്ത് വന്ന പോലെയുള്ള ഒരു ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഭയങ്കര വലിയ വർക്ക് വേണം, അങ്ങനെ ഒരു സെറ്റപ്പ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആർട്ടിക്കിൾഷിപ്പിന് എല്ലാ ഇന്റർ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ പോലെ ഏത് ഫേമിലി, കാരണം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. നമുക്ക് സ്റ്റൈഫൻഡ് നല്ലോണം വേണം, എന്നാൽ പണി കുറവും വേണം, എന്നാൽ എല്ലാ തലക്ക് കയറും വേണം, അങ്ങനത്തെ മെന്റാലിറ്റി ആണല്ലോ. നമുക്ക് പണിയെടുക്കാൻ അങ്ങനെ ഭയങ്കര താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. ആരെങ്കിലും USB എടുത്തിട്ട് തലയിൽ കുത്തി എന്നിട്ട് കയറ്റി തരാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു സിനാരിയാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഇപ്പൊ വീട്ടിൽ നിന്ന് അധികം ദൂരം ഞാൻ നിൽക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് എടുത്തെവിടെയെങ്കിലും പോവാൻ നല്ല സാലറി. അതാകുമ്പോ ബാംഗ്ലൂർ ഇപ്പൊ 8,000 രൂപ സ്റ്റൈഫൻഡ് കിട്ടും. 5,000 രൂപ അവിടെ തന്നെ ചെലവാനേക്കാൾ എന്തുകൊണ്ടും ഭേദമാണല്ലോ. നാട്ടില് ഒരു 5,000 രൂപ കിട്ടിയിട്ട് ഒരു 2,000 രൂപ ചെലവാണ്. അപ്പൊ കൂടുതൽ സേവിങ്സ് ഉണ്ടാക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തൃശ്ശൂരാണ് ഞാൻ ഓൾറെഡി ഇന്റർ പഠിച്ചുകൊണ്ട് തന്നെ, അവിടെ എവിടെയെങ്കിലും നല്ല ഫേം ഉണ്ടോ, ഇത്തിരി സ്റ്റൈഫൻഡ് കൂടുതലുള്ളത്, ആ ഒരു മെന്റാലിറ്റി എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഫേമിന്റെ പേര് പറയണില്ല. അപ്പൊ തൃശ്ശൂർ ഒരു ഫേമില് ഞാൻ കയറി. ഞാൻ എന്റെ MIC ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ തന്നെ ഒരാൾ വഴി അറിഞ്ഞതാണ് അവിടെ മാസം 4,000 സ്റ്റൈഫൻഡ് ഉണ്ട് എന്നുള്ളൊരു ഇതിൽ ഞാൻ അവിടെ കയറി. അവിടെ ചെന്നു. ഇപ്പൊ ഞാൻ ഇന്റർ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി, സെക്കൻഡ് ഗ്രൂപ്പ് 2 അറ്റംപ്റ്റിൽ പാസ്സായതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടാൻ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ചില ഫേമിൽ ഇങ്ങനെ ക്രൈറ്റീരിയ ഒക്കെ പറഞ്ഞു, ഇത്ര അറ്റംപ്റ്റിൽ പാസ്സായി. എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ 4,000 3,000 സ്റ്റൈഫൻഡ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കയറി. പക്ഷെ കയറി കഴിഞ്ഞപ്പോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം നമ്മള് 17 വയസ്സാണ്. നമ്മള് അപ്പോ 17 വയസ്സ്, അല്ലെങ്കിൽ സോറി 17 വയസ്സല്ല കേട്ടോ, 18 19 വയസ്സും തൊട്ടാണ്. അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി നല്ല പെൺകുട്ടികളെ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഈ ആർട്ടിക്കിൾഷിപ്പിന് കയറുമ്പോഴൊക്കെ ആയാലും, ഇപ്പൊ ഇന്റർ കഴിഞ്ഞിട്ട്, ഞാൻ എന്നെ പൊക്കി പറയല്ല, ഞാൻ ഇത്തിരി നേരത്തെ പാസ്സായത് കൊണ്ട് തന്നെ എന്റെ കൂടെ ഉള്ളവരൊക്കെ എന്നായിട്ട് 1-2 വയസ്സ് കൂടുതലാണ്. അത്രേ ഉള്ളൂ, അങ്ങനെ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ കയറിയ ഓഫീസിലൊക്കെ ആന്റിമാരാണ് സ്റ്റാഫ് ആയിട്ടുള്ളവര്. അപ്പൊ എനിക്കൊരു എൻജോയ്മെന്റ് കിട്ടുന്നില്ല. വെച്ചാല് ഞാൻ ഇപ്പൊ ഒരു 2 ഗേൾസ് ഉണ്ടെന്ന് കരുതിയിട്ട് അവിടുത്തെ ചാടി കയറി വേണ്ടിയിട്ട് തോളത്തായിട്ട് നടക്കുന്നൊന്നല്ല. എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ബട്ട് എന്നാലും കണ്ടിരിക്കാനുള്ള ഒരു ആസ്പെക്റ്റില് നമുക്ക് കാണാനെങ്കിലും എടുത്തിട്ടുണ്ടാവില്ല. പിന്നെ മെല്ലനെ കമ്പനി ആവാന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. സത്യം പറയാലോ, നമ്മൾ ഓഫീസിൽ കയറുമ്പോൾ നല്ല കുട്ടികളൊക്കെ ഉണ്ടാവും എന്ന് ഉദ്ദേശിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര വർക്കിനെക്കാട്ടിയും കൂടുതലേക്ക് തോന്നുന്നു സ്റ്റൈഫൻഡ് സേവിങ്സ് കൂടുതൽ കിട്ടുക, ഒരു എന്റർടൈൻമെന്റ് വേണമല്ലോ. കാരണം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം, നാട്ടിൽ നിൽക്കാൻ താല്പര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കുകൾ പഠിക്കണമെന്നൊന്നും ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്ത് എംപ്ലോയ്മെന്റ് പോകാനാണെങ്കിൽ കമ്പനിയിൽ കയറുമ്പോൾ അവർ നോക്കിക്കൊള്ളുന്ന ഒരു മെന്റാലിറ്റി ആയിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ സെയിം ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെയായിരുന്നു എന്റെ ക്രൈറ്റീരിയ. പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റാത്ത ക്രൈറ്റീരിയയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ഞാനൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പൊ C ഒക്കെ പാസ്സായി, ഇതൊക്കെ വെച്ചിരുന്നിട്ട് ഞാൻ തോറ്റുപോയിരിക്കുന്നല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങളും അങ്ങനെ തന്നെ ആവണം കേട്ടോ. ഇത് ക്രൈറ്റീരിയ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് മാത്രമാണ് ക്രൈറ്റീരിയ. എന്ത് പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാതെ തോറ്റിരിക്കുകയാണെങ്കിൽ ഒരു വിലയില്ലാത്ത പരിപാടിയായിരിക്കും. ഓക്കെ. അപ്പൊ ആ ഓഫീസിൽ ഫുൾ ആന്റിമാരാണ്. എനിക്കൊരു എൻജോയ്മെന്റും ഇല്ല. സ്റ്റൈഫൻഡ് 3,000 കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മള് രാവിലെ എണീക്കണ്, പോണ്, ഓഫീസിൽ രാവിലെ വൈകുന്നേരം ഒരു നത്തുപോലെ ഇരിക്കുന്നു, ഒരു കമ്പ്യൂട്ടർ ഫ്രണ്ടില് ഒരു വയസ്സായ ഒരു സാറും, കൂടെ ഉള്ളവര് എന്റെ ഇപ്പൊ ഉള്ള 3 ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. അവർക്കും എന്നെ പോലൊക്കെ ഒരു മെന്റാലിറ്റി തന്നെയായിരുന്നു. അവർക്കും ഒരു നമുക്ക്
ഫുള്ള് പെൺകുട്ടികൾ വേണമെന്നല്ല, ബട്ട് എന്നാലും ഒന്ന് രണ്ടെണ്ണത്തിൽ കാണാൻ കൊള്ളാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ. ഇതൊന്നുമില്ല, ഒക്കെ ലൈക്ക് പ്രായമായിട്ടുള്ള ചേച്ചിമാരാണ്. ലൈക്ക് അവർ കുറ്റം പറയല്ല കേട്ടാ, നമ്മൾ അവിടെ ചെന്ന് കയറി നമ്മുടെ പ്രശ്നമാണ്. അപ്പോ എനിക്ക് അവിടെ സാറ്റിസ്ഫൈ ആവാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ഇറങ്ങി അവിടുന്ന്. ലൈക്ക് ട്രാൻസ്ഫർ എടുക്കാം, നമുക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ ട്രാൻസ്ഫർ ആവാം ആർട്ടിക്കൽഷിപ്പ്. അപ്പൊ ആ ഓഫീസിൽ നിന്ന് വേറെ തൃശ്ശൂരിലെ വേറെ ഓഫീസിൽ തന്നെ ഞാൻ കയറി. കാരണം ആ വേറെ ഓഫീസ് ഞാൻ ലൈക്ക് ഒരു ആള് വഴി ഞാൻ അറിഞ്ഞു. അവിടെ ലൈക്ക് ആ ഓഫീസിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ലൈക്ക് ആ ഓഫീസിലും എന്താണ് ഇത്തിരി കുട്ടികളൊക്കെ കാണാൻ കൊള്ളാറുണ്ട്, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രല്ല കുറച്ച് നല്ല വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒട്ടും വർക്ക് അറിയരുതല്ല, എന്നാലും കുറച്ച് വർക്ക് അറിയാം, കുറച്ച് അധികം എന്റർടൈൻമെന്റ് ആവാതെ ഒരു മെന്റാലിറ്റി ആണ്. പക്ഷെ അവിടെ സ്റ്റൈഫൻഡ് കുറവായിരുന്നു. പക്ഷെ സ്റ്റൈഫൻഡ് കുറവായിരുന്നെങ്കിലും ലൈക്ക് വർക്ക് ഇത്തിരിയെങ്കിൽ പഠിക്കാം, എന്തായാലും ഇതൊക്കെ പാസ്സാകാൻ ആവശ്യം വരില്ല. എന്നാ കാണാൻ കൊള്ളാവുന്ന കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെന്നൊക്കെ ന്യൂസ് കേട്ടപ്പോൾ അങ്ങോട്ട് മാറാന്ന് വെച്ച് തൃശ്ശൂർ തന്നെയാണ്. അപ്പോ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ ട്രാൻസ്ഫർ ആവാന്ന് പറയുമ്പോൾ നമ്മൾ കയറുന്ന ഫേമിലുള്ള സാറുമാർക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം, കാരണം നമ്മൾ കാരണമൊക്കെ ഇതായിരിക്കണം. പക്ഷെ ഞാൻ ചെന്നിട്ട് ആ ലൈക്ക് രണ്ടാമത്തെ ഫേമിൽ ചെന്നിട്ട് ഇന്റർവ്യൂ ചെന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ലൈക്ക് സാറ് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഫേമിൽ നിന്ന് മാറുന്നത് ചോദിച്ചത്. ഞാൻ ഫസ്റ്റ് ഫേമിൽ കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞു. അപ്പൊ ആ സാറാണെങ്കിലും പറഞ്ഞു, അത് അവിടെ ശരിയാ, വർക്കൊന്നും ഇല്ല അല്ലേ. അപ്പൊ ഞാൻ ഇതിപ്പോ ദൈവിച്ചതും പാല് വരി കൽപ്പിച്ചതും പാല് പറഞ്ഞു. നമുക്ക് ഏതൊരു കോമ്പറ്റീറ്റർ ഫേമിന് കുറ്റം പറയുമ്പോൾ സാർമാർക്ക് ഇഷ്ടമായിട്ടായിരിക്കണം. ഞാൻ ഇങ്ങനെ പറഞ്ഞു, പഴയ ഫേമിൽ സാർ എനിക്ക് വർക്ക് എന്താണ് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വർക്ക് പഠിക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പൊ ഞാൻ നല്ല വർക്കുള്ള ഒരു ഫേം തപ്പി പിടിച്ച് നോക്കുമ്പോഴാണ് ഈ ഫേമിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഒബ്വിയസ്ലി ആൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കണം. അപ്പൊ ലൈക്ക് ഭാഗ്യത്തിന് അവിടെ വേക്കൻസി ഉണ്ടായിരുന്ന ആ സമയത്ത് തന്നെ. അപ്പൊ എന്നിട്ട് ഞാനവിടെ കയറി. അവിടെ ലൈക്ക് വർക്കൊക്കെ നല്ല തന്നെയായിരുന്നു. ലൈക്ക് ലൈക്ക് കാണാൻ കൊള്ളാവുന്ന ഗേൾസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ പഠിക്കാനില്ലല്ലോ ആർട്ടിക്കൽഷിപ്പ്. ആർട്ടിക്കൽഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഠിക്കണവരും ഉണ്ട് കേട്ടോ, ഫൈനൽ അതിന്റെ ഒപ്പം പഠിക്കണവരും. പക്ഷെ എനിക്ക് അതിനുള്ള കഴിവില്ല, ഞാൻ ശ്രമിച്ചിട്ടുമില്ല. അപ്പം ജോലി എന്നുള്ള മൂഡിലാണ് പോണത്. പക്ഷെ എന്നാലും വർക്ക് ഉണ്ട്. വർക്ക് തീരാതാകുമ്പോ ചീത്തൊക്കെ കേൾക്കും. അപ്പോ ഒരു സ്റ്റാഫ് ഉണ്ടാവും അവിടെ. നമ്മൾ ഇങ്ങനെ ഇപ്പൊ എന്നെ പോലുള്ള പിള്ളേരൊക്കെ വരുമ്പോൾ ഒബ്വിയസ്ലി സ്റ്റാഫ്മാർക്ക് അറിയാം, ചിലപ്പോൾ ഇങ്ങനെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തരാപര നടന്നിട്ട് സ്റ്റേഫിന് മാത്രം മേടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ മോണിറ്റർ ചെയ്യാൻ എന്താണ് അധികം സംസാരിച്ചു കഴിഞ്ഞാൽ ക്യാമറയിൽ സാറ് വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് സംസാരിച്ചു ചോദിക്കും. കാരണം ക്യാമറ ഒക്കെ ഉണ്ടാവും എല്ലാ സ്ഥലത്തും. അപ്പൊ അങ്ങനത്തെ സെറ്റപ്പ് തന്നെയായിരുന്നു. അപ്പൊ ഈ ആർട്ടിക്കൽഷിപ്പിനുണ്ടല്ലോടാ ലൈക്ക് ഒരു ലൈക്ക് ആർട്ടിക്കൽഷിപ്പിന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് തുടക്കത്തിൽ എനിക്ക് ലൈക്ക് ഒരു കൗതുകത്തിന്റെ, നമ്മുടെ ഓഫീസ് എൻവയറമെന്റ് ആദ്യമായിട്ടാണ്. അതുവരെ പഠിപ്പുള്ള എൻവയറമെന്റ്, ഓഫീസ് എൻവയറമെന്റ് വരുമ്പോൾ തന്നെ തുടക്കത്തിൽ ഭയങ്കര സത്യം പറഞ്ഞാൽ മടുപ്പ് തന്നെയായിരുന്നു. ഇപ്പൊ ഈ രണ്ടാമത്തെ ഓഫീസ് ആണെങ്കിലും, കാരണം വർക്ക് ചെയ്യണെന്നാ ആകെ ഒരു നക്കാപ്പിച്ച പോലെ സ്റ്റൈഫൻഡും കിട്ടുന്നു. എന്നാ എന്താണ് ഈ പേപ്പർ, സത്യം പറഞ്ഞാൽ എനിക്ക് പേപ്പർ വർക്ക് ഒട്ടും താല്പര്യമില്ല. ബട്ട് എന്നാലും അന്ന് എനിക്ക് വേറെ കഴിവോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് എന്റെ നാട്ടിലേക്ക് അങ്ങനെ ആര് കണക്ഷൻ അങ്ങനെ സംഭവം ഇല്ലാത്തതുകൊണ്ട് നാട് വിട്ട് പോവാ, എവിടെ സെറ്റിൽ ആവാന്നുള്ള മെന്റാലിറ്റി തന്നെയായിരുന്നു. അപ്പോ ലൈക്ക് അന്നാണെങ്കിൽ അങ്ങനെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു തുടങ്ങിയിട്ടാ, ലൈക്ക് കുറച്ചൊക്കെ വന്നു തുടങ്ങി, ജിയോ ഒക്കെ വന്നിട്ട് കുറച്ചൊക്കെ വന്നു തുടങ്ങി. പക്ഷെ എന്നാലും നമുക്ക് അന്ന് ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കാൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്താണ് എന്നെ കളിയാക്കി ഒരു തിരിച്ചെനിക്ക് മറുപടി പറയണം, ആ ഒരു മെന്റാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. കളിയാക്കി കഴിഞ്ഞാലും എന്ത് കഴിഞ്ഞാലും മിണ്ടാതെ ചിരിക്കുക. എന്നിട്ട് ചിലർ ഒരു വടിനെ ചിരിന്ന് ചിരിക്കുക. എന്നിട്ട് എന്താ മറ്റേ ആമ കൂട്ടിൽ കയറി പോകുന്ന പോലെ കൂട്ടി മിണ്ടാതിരിക്കുക. തിരിച്ചു പറയാനുള്ള കഴിവോ അല്ലെങ്കിൽ നാക്ക് സാമർത്ഥ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ലൈക്ക് എന്ത് കിട്ടിയാലും മിണ്ടാതെ നിൽക്കാനുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു എന്റെ. പേടിയായിരുന്നു. പേടി മീൻസ് ഞാൻ പെട്ടെന്ന് കരയുമോ എന്നുള്ള പേടിയാണ്. ഓക്കെ, അതന്നെയായിരുന്നു. അപ്പോ അവിടെ കുറച്ച് സീനിയർമാരുണ്ടായിരുന്നു. ലൈക്ക് ഈ ഞാനിപ്പോ രണ്ടാമത് കയറിയ ഓഫീസിൽ അവർ ഇത്തിരി ലൈക്ക് ഒരു പ്രശ്നമായിരുന്നു എനിക്ക്. കാരണം ഒബ്വിയസ്ലി ഒരു പ്രായ ഗ്യാപ്പിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ നല്ല ചെറുതായിരുന്നു, അവരൊക്കെ ഇത്തിരി പ്രായമുണ്ട്. അപ്പൊ അവര് പറഞ്ഞ സംഭവങ്ങൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ പറഞ്ഞ സംഭവങ്ങൾ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്തിരി ചൊറ പോലെയൊക്കെ ആയിരുന്നു. അപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു, അവിടെയാണെങ്കിലും ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ കണക്ഷൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവരും ഇട്ട് ചണ്ട പോലെയായിരുന്നു നമ്മള്. എല്ലാരും ഊക്ക അങ്ങനത്തെ ആയിരുന്നു. പിന്നെ നമുക്കാണെങ്കിൽ തിരിച്ചു പറയാനുള്ള അങ്ങനെ സാമർത്ഥ്യമില്ല. തിരിച്ചു പറയാൻ നോക്കും, പക്ഷെ എന്നാലും അങ്ങോട്ട് ഒക്കത്തില്ല. അപ്പൊ ലൈക്ക് ഒരു കൈൻഡ് ഓഫ് വെച്ചാല് ഭയങ്കര മോശം, ഭയങ്കര ടോർച്ചർ ഒന്നും അല്ല, ബട്ട് കൈൻഡ് ഓഫ് റാഗിങ് പോലെയൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്ത് നമ്മുടെ വാക്ക് പറയുമ്പോൾ നമ്മൾ ഒന്നാമത് പറയാൻ നിക്കത്തില്ല, ബട്ട് എന്നാലും എന്ത് പറയുമ്പോൾ ഒരു വില കുറവുണ്ടായിരുന്നു. അപ്പോ പക്ഷെ എന്നാലും നമുക്ക് ലൈക്ക് ഭയങ്കര മോശമില്ല, എന്നാലും ലൈക്ക് ഒരു 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 മീഡിയം ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലൈക്ക് ഞാൻ ഇപ്പൊ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് മീഡിയം ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഓഫീസിൽ പോണ്, എന്തെങ്കിലും വർക്ക് ചെയ്യണ്, രാത്രി വരുന്നത്.
പിന്നെ അതിന്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കിട്ടി. പക്ഷെ അവരൊക്കെ പല കാരണം കൊണ്ട് പിണക്കങ്ങളും മിണ്ടലും മിണ്ടാതിരിക്കലും അങ്ങനെ ഫ്രണ്ട് ആവാതിരിക്കണം, വേറെ ആള് ഫ്രണ്ട് ആവണം, ഫ്രണ്ട് ആവാതിരിക്കണം, എന്റെ പ്രശ്നം കൊണ്ടാണ് ആളുടെ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ലൈക്ക് ആ ആർട്ടിക്കിൾഷിപ്പിനാണ് ലൈക്ക് എന്റെ പല ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് കാവ്യ പറഞ്ഞ ഒരു ഫ്രണ്ട്, ലൈക്ക് ഇപ്പത്തെ എന്റെ ലൈക്ക് നമുക്ക് ഫ്രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് പരിചയപ്പെട്ട ഒരുത്തനെ നാളെ വേണമെങ്കിൽ ഫ്രണ്ട് പറയണവരുണ്ട്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു എന്താ പറയാ, നമ്മള് പുണ്യമായ എന്നൊക്കെ വാക്ക് അതുപോലത്തെ ഒരു വാക്കാണെന്നുണ്ടെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ലൈക്ക് കാവ്യാന്ന് മാത്രമല്ല. കാരണം ആളാണ് നമുക്ക് വിഷമം വരുമ്പോ ഓട്ടോമാറ്റിക്കലി വിഷമിക്കുക, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം വരുമ്പോ ഓട്ടോമാറ്റിക്കലി സന്തോഷിക്കുക. അല്ലെങ്കിൽ എന്റെ പല വീഡിയോസും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസ് വീഡിയോസ് എന്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ എടുത്തു തന്നിട്ടുള്ളത് അവളാണ്. ഇപ്പൊ എനിക്ക് ഇപ്പൊ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിലും ഒരാൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേണം. ലൈക്ക് ഒരാൾ വീഡിയോ എടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡാൻസ് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ എന്റെ ഓഫീസിലായാലും എന്നെ അറിയുന്ന ആൾക്കാരായാലും ഈ വക ഏരിയാസിൽ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ ഡാൻസ് റീൽ എടുക്കണം, എനിക്ക് സോഷ്യൽ മീഡിയ എന്തെങ്കിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കണക്ട് ആവോ? ഇല്ല. അവർക്കൊക്കെ ഞാൻ എന്താ എന്താണ് ഒരു കോമാളി, അല്ലെങ്കിൽ കോമാളി എന്നല്ല, ബട്ട് ഒരു വില കുറഞ്ഞ സാധനം ചെയ്യുന്നത്. സി ആയി കഴിഞ്ഞാല് ഡാൻസ് കളിച്ചാല് വില കുറയും, സി ആയി കഴിഞ്ഞാല് വയറും വീർപ്പിച്ച് കണ്ണടയും വെച്ചിട്ട് മുടി സൈഡിക്കും ചീവിയിട്ട് ബട്ടൺസ് പൊട്ടനാവുന്ന രീതിയിൽ തടി വേണം, അതാണ് പ്രൊഫഷണൽ, അങ്ങനെ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അല്ലാതെ ശരിക്കും ഡാൻസ് ആയിട്ട് സമൂഹം ഇഷ്ടമില്ലാത്തവരുണ്ട്. പിന്നെ അവർക്ക് അങ്ങനെ എനിക്കാരും ഡാൻസിന് ഭയങ്കര കളിക്കാറില്ലെങ്കിൽ പോലും എനിക്ക് ലൈക്ക് എന്റെ താത്താന്റെ കല്യാണത്തിന് കളിച്ചിട്ട് എനിക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു ഡാൻസ് എനിക്ക് ഇഷ്ടമായി, പക്ഷെ എനിക്ക് കളിക്കാൻ അങ്ങനെ അറിയില്ല. ബട്ട് എന്നാലും എനിക്ക് കളിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പൊ പിന്നെ ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ നമ്മളാരും അറിയില്ല, എന്നെ ആരും അറിയില്ല. ഇപ്പൊ നാട്ടിലാണ് മെയിൻ ആയിട്ട്, എന്നെ ആരും അങ്ങനെ അറിയില്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലും ആവണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ വന്നൊരു ടൈം ആകുമ്പോൾ തന്നെ ഒബ്വിയസ്ലി റീൽ ഇട്ടിട്ടാണല്ലോ നമുക്ക് എല്ലാവരെയും എന്നെ അറിയിക്കാൻ പറ്റുക. അപ്പൊ എന്റെ മൈൻഡില് ഞാൻ അധികം ഭയങ്കരമായിട്ട് പറയണില്ല. ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞു 10,000 ഫോളോവർ കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ തുടങ്ങിയത്. ഇത് ജസ്റ്റ് എനിക്കൊരു ഹോബിക്ക് ഞാൻ തുടങ്ങിയതല്ല. എനിക്ക് ഭയങ്കര ലൈക്ക് എനിക്ക് എത്ര തോറ്റു കഴിഞ്ഞാലും വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു കാരണമുണ്ട് ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയില്ല. ഞാൻ 10,000 ഫോളോവർ ആയി കഴിഞ്ഞാൽ പറയാറുണ്ടായിരുന്നു, 10,000 ഫോളോവർ ആവാനായിരിക്കണെങ്കിൽ 10-400 പേരുള്ള ആവാന്. ഇൻഷാല്ലാ അതാവും പെട്ടെന്ന്. സോ ഹാപ്പി. ഒരുപാട് കാലത്ത് എഫേർട്ടാണ് ഇതൊക്കെ. ചിലർക്ക് ഭയങ്കര കുഞ്ഞു ഫോളോവർ ആട്ടോ. ചില ഗേൾസ് ഒക്കെ ഇന്ന് അക്കൗണ്ട് തുടങ്ങിയിട്ട് നാളെ 10,000 ഫോളോവർ ഉണ്ടാക്കുന്നവരുണ്ട്. നമ്മൾ ബോയ്സ് ആണ്, നമുക്ക് എളുപ്പമല്ല. ലൈക്ക് ബോയ്സിൽ ഉണ്ടാക്കുന്നവരുണ്ട്. എനിക്ക് അത്ര കഴിവില്ല. ഞാൻ കുറെ എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ആയത്. കഴിവില്ലാതെ സമ്മതിക്കാം. കഴിവുണ്ട് ഞാൻ വിചാരിക്കും, പക്ഷെ ഞാൻ അണ്ടർ റേറ്റഡ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ പറ്റിയിട്ട് ആരും ലൈക്ക് പറയണ്ടാവില്ല, ഞാൻ തന്നെ പറയണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്നെ പറ്റിയിട്ട് ലൈക്ക് ഒബ്വിയസ്ലി ഞാൻ നല്ലത് വിചാരിച്ചാലല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇല്ലാത്തത് അങ്ങനെ വിചാരിക്കാറില്ല. അത് പോട്ടെ, എന്തെങ്കിലാവട്ടെ. അപ്പൊ അപ്പൊ ലൈക്ക് ഇവള് വന്നതിന് ശേഷമാണ് ലൈക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളുണ്ട് എനിക്ക് പറയാൻ, അല്ലെങ്കിൽ ലൈക്ക് എന്ത് പ്രശ്നമില്ല എനിക്ക് ഇപ്പൊ ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുമ്പോൾ എന്റെ ഒരു ഓർമ്മയില് സെക്കൻഡ് ഇയറിലാണോ വന്ന് ഡൗട്ട് ഉണ്ട്. അന്ന് 3 വർഷം ആർട്ടിക്കിൾഷിപ്പ്. ഇപ്പൊ 2 കൊല്ലം ഉണ്ടെങ്കിൽ അന്ന് 3 കൊല്ലം ഉണ്ട്. പക്ഷെ ഞാൻ ലീവ് ഒന്നും അധികം എടുക്കാത്തതുകൊണ്ട് തന്നെ 2.5 കൊല്ലം കഴിയുമ്പോൾ ഞാൻ ഇറങ്ങി. കാരണം 6 മാസം ലീവും 2.5 കൊല്ലം വർക്ക് ചെയ്യണം. അങ്ങനെയായിരുന്നു അന്നത്തെ സെറ്റപ്പ്. ആ ലീവ് നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആർട്ടിക്കിൾഷിപ്പിന്റെ ടൈം ഇങ്ങനെ നീണ്ടു പോകും. പക്ഷെ ഞാൻ ലീവ് അധികം എടുക്കാത്തതുകൊണ്ട് വേഗം ഇറങ്ങാൻ വേണ്ടി നോക്കിയായിരുന്നു. കാരണം ഫൈനലിൽ നമുക്ക് പഠിക്കാണ്ട്, ഫൈനലിൽ ഇതിന്റെ ഒപ്പം പഠിക്കലെങ്കിൽ നടക്കില്ല. അപ്പൊ വേഗം ആർട്ടിക്കിൾഷിപ്പ് തീർത്തിട്ട് പഠിക്കാൻ നോക്കാന്നുള്ളതായിരുന്നു. അപ്പൊ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുമ്പോൾ ലൈക്ക് കുറെ ഊക്കല് കിട്ടിയിട്ടുണ്ട്, കുറെ കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്. എവിടെ ചെന്നാലും തോൽവി എന്നുള്ള പോലെ എവിടെ ചെന്നാലും ഊക്കൽ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി അല്ല. ഇപ്പോ ഒന്നെങ്കിൽ ആർട്ടിക്കിൾഷിപ്പിൽ മെയിൻ ആണെങ്കിൽ നമുക്ക് പേപ്പർ വർക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സാറുമാരുടെ പെറ്റായിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇപ്പൊ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ വലിയ മെയിൻ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ വലിയ റെക്കഗ്നൈസ് ചെയ്യണം പുറത്തുനിന്ന് ആരെങ്കിലും. ഇതൊന്നും ഇല്ലാത്ത ഒരാള് മെയിൻ ആവോ എവിടെയെങ്കിലും ചെന്നാൽ? ഇല്ല. അപ്പൊ ഞാൻ പേപ്പർ വർക്കിലും വലിയ കാര്യമില്ല, കമ്പ്യൂട്ടറിൽ തരണ പണി ചെയ്യുക. അല്ലാതെ എനിക്ക് കൂടുതൽ വർക്ക് സാറേ എനിക്ക് ആ വർക്ക് തരോ, ഞാൻ ആ വർക്ക് ചെയ്തിട്ടില്ല, എനിക്കത് ആഗ്രഹവും ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് നല്ലത് വരും. അല്ലെങ്കിൽ വേറെ സിഎ റിലേറ്റഡ് ആയിട്ട് തന്നെ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് നോക്കിയിട്ടില്ല, എനിക്കത് അറിവില്ല. ഞാനത് ഭയങ്കരമായിട്ട് അറിയാൻ നോക്കിയിട്ടില്ല, എനിക്കത് അറിയണമെന്നില്ല. കാരണം ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ സിഎ ഭയങ്കരമായിട്ട് പ്രാക്ടീസിങ് റിലേറ്റഡ് ഒന്നും അല്ലല്ലോ. എനിക്ക് എന്താണ് എന്റെ ലക്ഷ്യം, അതിന് വേണ്ടിയിട്ടുള്ള മാത്രം എനിക്ക് ചെയ്താൽ മതി എന്നുള്ള, നമുക്ക് അതിന് മാത്രം ആവശ്യമുള്ള ഞാൻ വിശ്വസിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ സ്റ്റാർട്ടാ, എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരും ഹേർട്ട് ചെയ്യരുത് എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പൊ ഓക്കെ. അപ്പൊ അങ്ങനെയാണ് എന്റെ ആർട്ടിക്കിൾഷിപ്പ്. ഞാനങ്ങനെ പേരൊന്നും പറയണില്ല, ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല.
അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും അന്ന് എന്നോടൊക്കെ ഡയലോഗ് അടിച്ചിരുന്ന ആൾക്കാർ ഇന്ന് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ, കാരണം ഇന്ന് എനിക്ക് ധൈര്യം ഉണ്ട്, എന്തെങ്കിലും എന്ത് പറഞ്ഞാലും തിരിച്ചു പറയാനുള്ള ധൈര്യം ഉണ്ട്, ഞാൻ അതിനുള്ളത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് നമ്മളോ ലൈക്ക് കളിയാക്കി അപ്പൊ നമ്മളൊരാള് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ MIC പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന രീതി അല്ലെങ്കിൽ എന്നോട് പല ആൾക്കും പറഞ്ഞു എനിക്ക് മെച്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന രീതി റെഡി അല്ല, അല്ലെങ്കിൽ നീ ഇത്തിരി സീരിയസ് ആവ്, പ്രൊഫഷണൽ ആവ്, CA ക്കാണ് നീ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നീ കുറച്ചുകൂടിയും ലൈക്ക് എന്താണ് ഇങ്ങനൊന്നും ചളി പറയല്ലേ, അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ പഠിക്കുന്ന സമയത്തല്ലാതെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ തോന്നുന്നത് ചെയ്യാൻ തോന്നുന്നത്, ഇപ്പൊ ഒരു ചളി പറയാൻ തോന്നിയത് നമ്മൾ ജീവിക്കുന്നത് ആയിട്ട് മറ്റേ കഷണ്ടി മുടിയാക്കിയിട്ട് എന്താണ് വലിയൊരു ആനത്തല എന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന പറയണില്ലല്ലോ, നമുക്ക് ഓട്ടോമാറ്റിക് റെസ്പെക്ട് കിട്ടണം. അപ്പൊ ഞാന് പഠിക്കുന്ന സമയത്ത് മാത്രം പഠിച്ചാൽ പോലുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. പക്ഷെ ഈ CA റിലേറ്റഡ് ആയുള്ള ആൾക്കാർ എനിക്ക് ഭയങ്കര ബോറന്മാരായിട്ടാണ് തോന്നുന്നത്, എന്റെ ചുറ്റുള്ള ആൾക്കാർ, എല്ലാവരും അല്ല ലൈക്ക് ഒരുവിധമൊക്കെ. അപ്പൊ ഈ പറയണ എന്നെ ഈ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ കുറെ പേര് ഞാൻ പാസ്സായതിനു ശേഷമാണ് പാസ്സായിട്ടുള്ളത്. ഞാൻ ഒരു നെഗറ്റീവ് ആക്കാൻ പറയുന്നതല്ല. ഇപ്പൊ ഈ ഒരു സമയത്ത് ചിലപ്പോ എന്നെ പോലെ ഫേസ് ചെയ്യണ വല്ല ആൾക്കാരുണ്ടായേക്കാം. ഇപ്പൊ നീ ഇത്തിരി മെച്യൂർഡ് ആവടാ, നീ ഇങ്ങനെയല്ല പഠിക്കണേ, നീ ഇത്തിരി CA ക്കാണ് പഠിക്കണം, അങ്ങനെ ഇങ്ങനെ തേങ്ങ മാങ്ങ ചക്ക എന്നൊക്കെ വലിയ വലിയ ആൾക്കാർ എന്ന് സ്വയം വിചാരിക്കുന്ന ആൾക്കാർ നിങ്ങളോട് ചിലപ്പോൾ പറയണ്ടായിരിക്കും. അവർ ചിലപ്പോൾ CA 10 അറ്റംപ്റ്റ് 7 അറ്റംപ്റ്റ് എടുത്തിട്ടൊക്കെ എനിക്ക് ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ അവിടെ നിങ്ങൾക്ക് ആ പാസ്സാവാത്ത ടൈമിൽ നിങ്ങൾക്ക് തിരിച്ചു പറയാനൊരു വോയിസും ഇല്ല. പക്ഷെ പാസ്സായതിനു ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പറയാൻ വോയിസ് ഉണ്ട്. ഇപ്പൊ ഇന്റെ അടുത്ത് അന്ന് തന്നെ ഓഫീസിൽ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ വേറൊരു ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എനിക്ക് 4 എണ്ണം തിരിച്ചു പറയാം. കാരണം ഞാൻ പഠിക്കേണ്ട സമയത്ത് പഠിച്ച് പാസ്സായിട്ടുണ്ട്, എനിക്കൊരു ജോബ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് നല്ല സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഇറങ്ങിയിട്ട് എന്റെ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്തത്, ഞാൻ നല്ല റിസ്ക് എടുത്തത്, ഞാൻ നല്ല എഫേർട്ട് ഇടുന്നത് എല്ലാ കാര്യത്തിലും. അപ്പൊ ഞാൻ പല മേഖലയിൽ ഞാൻ ഇത് തെളിയിച്ചിട്ടുണ്ട്. ഇനി ഒരുത്തനെ എന്നെ വന്നിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അത് ഉണ്ടാക്കാനുള്ള വോയിസ് അവന് ഉണ്ടാവില്ല, അത് തോന്നൂല്ല അവന്. കാരണം ഇപ്പൊ CA പാസ്സാവാത്ത ഒരുത്തൻ വന്നിട്ട് എന്നെ അവിടെ CA ക്കാ നീ പഠിക്കുന്നത്, ഇനി അങ്ങനെ ഇങ്ങനെ പറയണതിൽ വലിയ ലോജിക്ക് ഉണ്ടാ ഇല്ല. ഞാൻ കാരണം CA ക്ലിയർ ചെയ്ത്, അപ്പൊ ഇന്ന് എനിക്ക് വോയിസ് ഉണ്ട്. പക്ഷെ ഈ വോയിസ് ഉണ്ടാവണത് കുറെ എന്താണ് കളിയാക്കൽ നിന്നും ഇൻസൾട്ട് നിന്നും അല്ലെങ്കിൽ ക്രിട്ടിസൈസിൽ നിന്നും തളരാതെ എനിക്ക് തിരിച്ച് 4 വർത്താനം പറയണം എന്നുള്ള ആ ഒരു വാശിയുടെ മേലെ പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ന് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇന്ന് കാണുന്ന വീഡിയോ തന്നെ. അപ്പോ ഇപ്പൊ ഈ ലാപ്പ് ആയാലും ഞാൻ എന്റെ ജോബിൽ നിന്ന് സാലറി കൊണ്ട് മേടിച്ചാട്ടാ. ഇപ്പൊ ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ. പിന്നെ നമ്മളിപ്പോ ഇത്ര പ്രായമായില്ല, അപ്പൊ പിന്നെ മേടിക്കും വേണമല്ലോ. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പരിധി വരെ അല്ലേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ ആർട്ടികൽഷിപ്പിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയണില്ല, കാരണം ഭയങ്കരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് പലരെയും കുറ്റം പറയണ പോലെ ഇരിക്കും. ഞാനൊരു എക്സാമ്പിൾ തന്നെ പറഞ്ഞുതരാം. അപ്പൊ ഞാന് CAക്ക് ലൈക്ക് ഈ ആർട്ടിക്കൽഷിപ്പ് കഴിഞ്ഞ് ഫൈനലിന്റെ ആ ഒരു ടൈമിലൊക്കെയാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ വരണം, എനിക്ക് 4 ആൾക്കാർക്ക് എന്താ മുന്നിൽ എനിക്ക് അറിയണം, എന്നെ 4 ആൾക്കാരെ എനിക്ക് ലൈക്ക് നമ്മൾ ആരെയും നേരിട്ട് നിന്ന് പരിചയപ്പെടാതെ തന്നെ എന്നെ ആൾക്കാർ അറിയണം. കാരണം എന്നെ ആരും അറിയില്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണല്ലോ എനിക്ക് കിട്ടുന്ന കളിയാക്കലൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ മെയിൻ ആണുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോയിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ആർട്ടിക്കൽഷിപ്പിൽ ഒരു എൻഡിങ് ഒക്കെ ടൈം ആവുമ്പോൾ. അപ്പോ ഇപ്പോഴും ഓർമ്മയുണ്ട്, ലൈക്ക് ആരാന്നൊന്നും പറയില്ല, ഓഫീസിൽ ഗ്രൂപ്പ് കോൾ ചെയ്യും. വെച്ചാല് എല്ലാവരും പഠിക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് കോൾ ചെയ്തിട്ട് എന്നെ ഞാൻ ലൈക്ക് ഒരൊറ്റപ്പെട്ട പോലെയായിരുന്നു. ബോയ്സിൽ ഒരൊറ്റപ്പെട്ട പോലെയായിരുന്നു. അപ്പൊ എന്നെ ഗ്രൂപ്പ് കോൾ ചെയ്തിട്ട് എല്ലാരും ഉണ്ട് അതില്, ഓഫീസിൽ എല്ലാവരും ഒരുവിധം എല്ലാവരും ഗ്രൂപ്പ് കോൾ ചെയ്തിട്ട്, അപ്പൊ ഞാനാണ് യൂട്യൂബ് ഞാൻ മാത്രമാണ് ഓഫീസിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യുന്നവരുള്ളൂ. അപ്പൊ എല്ലാവർക്കും ലൈക്ക് ഒരു കൗതുകമുണ്ട്. പിന്നെ ഇവന് മറ്റേ എന്താണ് മിസ്റ്റർ ബീസ്റ്റ് ആവാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് 10 ആൾക്കാർ ഒരുമിച്ച് പോകണം, അതിൽ ഒരാൾ മാത്രം ഇത്തിരി വേറിട്ട് നടക്കാൻ നോക്കുമ്പോൾ ഈ 9 ആൾക്കാരും ഒരാളെ തളർത്തിയിട്ട് കൂടെ നടത്താൻ അല്ലെങ്കിൽ അവൻ അങ്ങനെ മെയിൻ ആവേണ്ട ഒരു മെന്റാലിറ്റിയാണ് കൂടുതൽ ഉണ്ടാവുക, എല്ലാവരും നല്ലാട്ടാ. അപ്പൊ അവിടെ നമുക്ക് ലൈക്ക് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മൾക്ക് എന്താണ് വാശിയായിട്ട് എടുക്കാൻ പറ്റുക വെച്ചാൽ അത് അത്രയും നല്ലൊരു ഫ്യൂവൽ നമുക്ക് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളത് ലൈക്ക് തളർത്തി കളയും. ഇപ്പൊ ഈ ഗ്രൂപ്പ് കോളില് ഈ വീഡിയോ കോൾ ചെയ്തിട്ട് ആടാ നീ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയല്ലോ, അപ്പൊ ഇനി സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടൂലേ, അപ്പൊ സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി പോലീസിന് പിടിച്ചു കഴിഞ്ഞാൽ പോലീസിന് കാട്ടി കൊടുത്താൽ മതി, അതെ ഞാൻ യൂട്യൂബറാണ്, സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ആ സമയത്ത് മിണ്ടാതെ നിൽക്കും, കാരണം നമുക്ക് വോയിസ് ഇല്ല. കാരണം നമ്മള് ഇന്നാണ് എന്റെ അടുത്ത ഡയലോഗ് പറയണെങ്കിൽ എന്നെ 10,000 പേര് ഇൻസ്റ്റാഗ്രാം നിന്നെ ആരും അറിയൂടാ എന്ന് എനിക്ക് ചോദിക്കാം. പക്ഷെ അന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമല്ല, നമ്മൾ തുടങ്ങിയിട്ടുള്ള കുറെ വീഡിയോസ് ഇട്ടുണ്ട്, ഒരു വ്യൂസും ഇല്ല, ലൈക്കും ഇല്ല, ഒന്നല്ല. നമ്മള്
ഞാൻ മുന്നേ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ ചെറുപ്പത്തിൽ പൊട്ടെന്നൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന്. അന്ന് പൊട്ടെന്ന് വിളിക്കുമ്പോൾ നമുക്ക് വിഷമാണ്, കാരണം അന്ന് ശരിക്കും ഞാൻ പൊട്ടനാണ്. പക്ഷെ ഇന്ന് എന്നെ ആരെങ്കിലും പൊട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമം വരത്തില്ല, കാരണം എന്റെ മനസാക്ഷിയിൽ എനിക്കറിയാം ഞാൻ പൊട്ടനല്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡ്രീം ചെയ്തിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് കിട്ടിയെങ്കിൽ പോലും ഞാനത് നെവർ ഗീവ് അപ്പ് ചെയ്യാതെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് നമ്മളോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഉത്തരം കൊടുക്കേണ്ടത്, ബാക്കിയുള്ളവർ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കാൻ പറ്റിച്ചാലേ നമുക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡന്റ് ആവാൻ പറ്റും. പാർട്ടിക്കൽഷിപ്പ് ഒരു എരും പുളിയും ചേർന്ന ഒരു പീരീഡ് ആയിരുന്നു. കുറെ കളിയാക്കല്, ക്രിട്ടിസൈസ്. അതിലുള്ള ആകെ ഒരു ആശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഈ ഫ്രണ്ട് കാവ്യനെ കിട്ടിയതാണ്. കാരണം അവളാണ് അത് മെയിൻ ആയിട്ട് അവളുടെ ഒരു റോള് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇന്നിപ്പോ ഇങ്ങനെ സെറ്റപ്പ് ഞാൻ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് അവളുടെ അവൾ എന്റെ ജീവിതത്തിൽ വന്നോളാം, ഒരു സഹായം എന്നുള്ള രീതിയിൽ വന്നോണ്ടാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ പറയില്ലേ, മരുഭൂമി അല്ലെങ്കിൽ ഒരു ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നതിന്റെ മരുഭൂമിയിൽ മഴത്തുള്ളികൾ വന്നതൊക്കെ ഇത്തിരി ഓറായി പറയണാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ആളാണ്. ഇപ്പൊ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഭയങ്കര സോഷ്യൽ മീഡിയയിൽ മെയിൻ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാ, അങ്ങനെ ഒന്നല്ല. ഇപ്പൊ നമുക്ക് ഞാൻ ഇപ്പൊ ഡാൻസ് റീൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ഇപ്പൊ എന്റെ ഒപ്പം തന്നെ വേറെ ആളുണ്ട് വിചാരിക്കും, ഡാൻസ് റീൽ എടുക്കുന്ന ആളുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അയാൾ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നതും ഞാൻ അയാൾക്ക് വീഡിയോ എടുത്ത് തരുന്നതും രണ്ടു കൂട്ടർക്ക് അങ്ങോട്ട് ഉപകാരമാവുമല്ലോ എന്നുള്ളൊരു മെന്റാലിറ്റി. പക്ഷെ ഇയാള് ഇപ്പൊ കാവ്യ പറഞ്ഞ ആള് എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന ഒരിക്കലും അയാൾക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ എന്താ ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. അപ്പൊ അങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ ഒരാൾ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അത് എന്താ ചിലപ്പോ എന്റെ ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് എന്താണ് ചെയ്യാൻ പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലല്ലോ, എന്നാ ആരെങ്കിലും ഒരാളെ നിനക്ക് സപ്പോർട്ട് തന്നേക്കാന്ന് പറഞ്ഞിട്ട് പഠിച്ചത് നന്നാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങളുടെ കെമിസ്ട്രി രണ്ടാ. കാരണം ആള് പക്ക ഇൻട്രോവേർട്ട് ആണ്, ഞാൻ ഇൻട്രോവേർട്ട് ആണെങ്കിൽ പോലും എക്സ്ട്രോവേർട്ട് ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പബ്ലിക്കിൽ ഞാൻ ഫസ്റ്റ് ഡാൻസ് എടുത്തത് എന്റെ പഴയ ഇൻസ്റ്റയിൽ ഫസ്റ്റ് നോക്കിയാൽ ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നാണ്. അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് ബാക്കിലാണ് കുറെ ആൾക്കാരുള്ളത്. ബട്ട് എന്നാലും ഫ്രണ്ടിൽ നിന്ന് കളിക്കുമ്പോൾ ഭയങ്കര മടിയായിരുന്നു. എനിക്ക് ആഗ്രഹമുണ്ട് കളിക്കാൻ ഭയങ്കര പേടിയുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ വീഡിയോ എടുക്കാൻ ഇവളാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഇവളല്ലാത്ത വേറൊരാളാണ് എനിക്ക് വീഡിയോ എടുത്താൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയണം അതൊക്കെ പേടിയുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാന് പേടിയാവുന്നുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വേറൊരാളുടെ പറഞ്ഞാൽ അയാൾ പറയാം അവിടെ നീ ചെയ്യേണ്ടത് ചെയ്യും, എനിക്ക് സമയം പോണ്, വേഗം ചെയ്യുന്നു പറയും. പക്ഷെ ഇവളായോണ്ട് ഇവളെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ നീ ചെയ്യേ, ഞാൻ ഉണ്ടല്ലോ നമുക്ക് ഒന്ന് റെഡി ആയില്ലെങ്കിൽ നമുക്ക് രണ്ടാമത് എടുക്കാം, ഇപ്പൊ തിരക്കൊന്നുമില്ലല്ലോ. അപ്പൊ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ അന്നൊരു സപ്പോർട്ട് എന്ന് വെച്ചിട്ട് ഞാൻ പാനത്താലായി എന്നല്ല, ബട്ട് എന്നാലും എനിക്ക് ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് പിന്നീട് എന്താണ് ഒറ്റക്ക് ഓരോന്ന് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാക്കിയത്. ഇപ്പൊ ഇന്നിപ്പോ ആളിപ്പോ ഇന്റെ ഒപ്പം ഇല്ലെങ്കിൽ പോലും എനിക്കിപ്പോ പബ്ലിക്കിൽ നിന്ന് വേണമെങ്കിൽ ട്രൈപോഡ് വെച്ചിട്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ എന്താണ് ഒരു ഇത്തിരി എഫേർട്ട് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. പക്ഷെ അന്ന് എനിക്ക് ഒട്ടും പറ്റത്തില്ല. കാരണം അന്ന് എനിക്ക് ആള് ഇപ്പൊ നമ്മള് പറയില്ലേ, നമ്മളെ അച്ഛൻ അമ്മ നമ്മുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ആദ്യം നടത്തിക്കും. അപ്പൊ നമുക്ക് സപ്പോർട്ട് വേണം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കൈയില്ലാതെ നമുക്ക് നടക്കാൻ പറ്റും പറ്റില്ല. അപ്പൊ അതുപോലെയാണ് എനിക്ക് ഇപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ കോൺട്രിബ്യൂഷൻ പറഞ്ഞ ചില്ലറല്ല. കാരണം എനിക്ക് ഒരുപാട് വീഡിയോസ് എടുത്ത് തന്നിട്ടുണ്ട് ആള്. ആളുടെ അങ്ങനെ അങ്ങനെ ചെയ്ത് കിട്ടിയിട്ടുള്ള കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള പല വീഡിയോസ് എടുത്തത്. പിന്നെ എനിക്ക് എന്ത് കാര്യം പറയാനായാലും എനിക്ക് ഭയങ്കര കംഫേർട്ട്, അല്ലെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യാതെ ഓരോന്ന് പറയാം. ഇപ്പൊ അന്ന് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ സമയത്ത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് വരുന്ന ആഗ്രഹം പോലും ഇപ്പൊ ഇൻട്രോവേർട്ട് ആയിരുന്നതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അറിയണ ആൾക്കാരാകുമ്പോൾ ഇപ്പൊ എന്റെ വീട്ടുകാരായിക്കോട്ടെ എനിക്ക് പറയാൻ മടിയാണ്. ഇപ്പൊ എന്റെ ഉമ്മാനോടോ അല്ലെങ്കിൽ ഇപ്പാനോടോ അല്ലെങ്കിൽ ആരോടായാലും എനിക്ക് പറയാൻ മടിയാണ്. വെച്ചാൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുത്തു തരുമോ ഞാൻ ഫസ്റ്റ് ടൈമിൽ ഇടുമ്പോൾ. കാരണം അങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ടിരുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു മേഖലയ്ക്ക് വരുമ്പോൾ ഇവരിപ്പോ ഇതിലൊക്കെ വീഡിയോ എടുത്തിട്ട് ഇപ്പൊ എന്തിനു വേണ്ടി തലക്കറ സാമ്പാർ എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കും. പക്ഷെ എനിക്ക് ഇയാളോട് പറയാൻ ഭയങ്കര കംഫർട്ട് ആണ്. കാരണം എനിക്കറിയാം ആള് ജഡ്ജ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ എന്താ ജഡ്ജ് ചെയ്താലും അത് എന്നെ ഹേർട്ട് ചെയ്യത്തില്ല. കാരണം ആ ഒരു കംഫർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ എന്റെ ആർട്ടിക്കൽഷിപ്പിലെ മെയിൻ ഒരു എന്താണ് ഒരു സമ്പാദ്യം അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു അച്ചീവ്മെന്റ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരാൾ കിട്ടിയെന്നുള്ളതാണ്. കാരണം ആളാണ് എന്നെ ഭയങ്കരമായിട്ട് ഈ ഒരു പൊസിഷനിൽ എത്താൻ ഭയങ്കരമായിട്ട് കൊണ്ട്. ഇപ്പൊ ഇന്നും ആയാലും ഇടയ്ക്ക് തല്ലുകൂടൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും നമുക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ആകെ ഒരാളുള്ളൂ എനിക്ക് ഫ്രണ്ട് പറയാൻ, അത് ഇയാളുള്ളൂ. നമ്മൾ പ്യുവർ ഒരു കട്ട ഫ്രണ്ട് എന്നുള്ള ഒരു ഇതിൽ പറയുകയാണെങ്കിൽ അങ്ങനെ അത്രയ്ക്ക് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ കൂടുതൽ അങ്ങനെ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല ആർട്ടിക്കൽഷിപ്പിന്റെ സമയത്ത്. ഇനി ഇനി ഫൈനലിന്റെ ആണ്. എന്താണ് ഫൈനലിന് ആർട്ടിക്കൽഷിപ്പിന് ഇറങ്ങിയ ശേഷം ഫൈനലിന് 2 കൊല്ലം എടുത്തു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എന്റെ ജീവിതം ലൈക്ക് ഇങ്ങനെ പോണ്ട ജീവിതത്തിന് ഇങ്ങനെ പോവാന് എന്താണ് ഒരു വഴിത്തിരിവായത്. വെച്ചാല്
ആർട്ടിക്കൽഷിപ്പിന് ഞാൻ സോഷ്യൽ മീഡിയക്ക് ലൈക്ക് ഇങ്ങനെ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ പോലും ഒരു റിസൾട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എന്റെ പഴയ അക്കൗണ്ടിലാണ് അത്. ലൈക്ക് ഞാനത് ഇപ്പോഴും ഇടണമെന്നുണ്ട്, എനിക്ക് ടൈം കിട്ടണില്ല, അല്ലെങ്കിൽ അതിനെ പറ്റി ഒരു സിനാരിയോ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഭയങ്കര ഒരു റിസൾട്ട് ഒന്നും ഇല്ല. ബട്ട് എന്നാലും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്, ആൾക്കാരുടെ പരിഹാസം പുച്ഛം റിസൾട്ട് ഇല്ല, അതൊക്കെ ആകുമ്പോൾ വീഡിയോ ഇട്ട് തുടങ്ങി. എന്നാൽ സി എയുടെ പഠിക്കാനുണ്ട്, നമുക്ക് ഫൈനൽ പാസ്സാവാതെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാരുടെ ചൊറിച്ചിലും വേറെ, ഇവന് സി എ പാസ്സാവാൻ പറ്റാത്തതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടിട്ട് വലിയ ആളാവാൻ നോക്കുക, എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഒന്നും നടക്കണില്ല, അങ്ങനത്തെ ക്രിട്ടിസൈസ് വേറെ. അപ്പൊ അങ്ങനെ ഭയങ്കര ഫസ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ലൈക്ക് ഒരുപാട് ഞാൻ ഡിസിഷൻസ്, അല്ലെങ്കിൽ ലൈക്ക് എനിക്ക് വയ്യ തോറ്റു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇനി ഞാൻ വിട്ടു കൊടുക്കില്ല, ഇനി ചത്ത് കഴിഞ്ഞാൽ ചമ്മന്തി എടുക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ തോക്കുന്നതിനേക്കാൾ ഭേദം ചത്ത് തൊലയുന്നത്, ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ എനിക്ക് ഡെവലപ്പ് ആയത് ഈ ഫൈനലിൽ 2 കൊല്ലത്തിന്റെ ടൈമിലാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോയില്. അപ്പൊ